പകരം വിട്ടറാ, അവൻ അങ്ങനെ വിട്ടുകൂടാ. ഇതാണ് ഈ പഴയ ഗോത്ര മനസ്സിൻ്റെ ഭാഗം. അത് നമ്മുടെ തലച്ചോറിലുണ്ട്. നമ്മുടെ ഇത് ഫോൺസ് കഴിഞ്ഞ് മിഷ്കാം കഴിഞ്ഞ് പ്രീമെൻ്റൽ കോർട്ടെക്സ് ചെയ്യുന്ന ഇവിടത്തേക്ക് എത്തുന്നതിനിടയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ മനുഷ്യർ ആധുനിക മനുഷ്യനായി കഴിഞ്ഞതിന് ശേഷവും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വികസിച്ചതിന് ശേഷവും മസ്തിഷ്ക കാണ്ഡം മാത്രമുണ്ടായിരുന്ന കാലത്ത് മനുഷ്യൻ ചെയ്തിരുന്ന നരബലികളും കൂട്ടക്കൊലകളൊക്കെ ഇന്ന് തുടരുന്നു. എന്തുകൊണ്ട്? അതാണ് ശരിയെന്ന് പറയാൻ ഇവിടെ ആൾക്കാർ കുറേ ഉണ്ട് ഇപ്പോഴും. അതിനിടയിൽ അതിനെ അപലപിക്കാൻ ഇവിടെ ആളുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ റിലീജിയോസിറ്റി അല്ലെങ്കിൽ മതപരത എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയല്ലേ? പഴയ ഗോത്രീയത, അതായത് മതപരത. റിലിജിയോസിറ്റി മീൻസ് ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചത്. ഒരു ഗോത്രം ചെയ്യുന്നതെല്ലാം ശരി, അന്യഗോത്രക്കാർ എല്ലാം തെറ്റുകാരും, നമ്മുടെ ചുണക്കുട്ടികൾ അവരുടെ കാപാലികരെ കൊന്നിരിക്കുന്നു. ആ വാക്കുകൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അതായത് നമ്മുടെ ആൾക്കാരൊക്കെ ചുണക്കുട്ടികളാണ്, അതൊക്കെ കാപാലികരാണ്, അതൊക്കെ നശിപ്പിക്കേണ്ടവരാണ്. തിരിച്ചും അവരും അതേ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രവണത മനുഷ്യനെ എവിടുന്ന് കിട്ടി? ആദിമ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ വളർത്തിക്കൊണ്ടുവന്നൊരു ശീലം എങ്ങനെയായിരുന്നു? വന്യമൃഗങ്ങളെ വേട്ടയാടിയും, അതായത് ഒരു മനുഷ്യൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ സ്വന്തം ആഹാരം അന്വേഷിച്ച് പുറത്തിറങ്ങുമ്പോൾ സ്വയം ആഹരിക്കപ്പെടാതിരിക്കാനാണ് അവന് കൂടുതൽ ശ്രദ്ധയുണ്ടായിരുന്നത്. എന്നെ മൃഗങ്ങൾ തിന്നുമോ എന്നുള്ള പേടിയായിരുന്നു അവന് കൂടുതൽ. അതൊക്കെ കഴിഞ്ഞ് മൃഗങ്ങളുടെ ശബ്ദവും ഒച്ചയൊക്കെ നിലച്ചതിന് ശേഷം പാത്തും പതുങ്ങിയാണ് മെല്ലെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പിടിച്ച് തിന്നിട്ട് അവൻ കാലം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് അവൻ്റെ മുമ്പിൽ ശബ്ദം കേട്ടാൽ, ഒച്ച കേട്ടാൽ എല്ലാം അവന് ശത്രുതയായിരുന്നു, പേടിയായിരുന്നു. അതൊരു ഗോത്രീയ മനസ്സാണ്. ആ വികാരം നമ്മുടെ മസ്തിഷ്കത്തിൽ അന്ന് ശേഖരിക്കപ്പെട്ടത്. എൻ്റെ മസ്തിഷ്കം ഇന്ന് ഞാൻ പറയുന്നത് 350 വർഷം കൂടി പഴക്കമുള്ള മസ്തിഷ്കം കൈമാറി വന്നതാണ്. അതിനകത്ത് ബാക്ടീരിയ തൊട്ടുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മൊക്കെ എടുത്തു കഴിഞ്ഞാൽ പഴയ ഉരകങ്ങളുടെ ബ്രെയിൻ എപ്പോഴും അവിടെയുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുമ്പോഴും നമ്മളെ തലച്ചോറ് നമുക്കെടുത്ത് മുമ്പിലോട്ടിട്ട് തരുന്നത് ഈ ഉരകങ്ങളുടെ മസ്തിഷ്കം മുതൽ കയറി വന്ന് നമ്മളെ തൊട്ട് മുൻപുള്ള ചിമ്പാൻസി വരെയുള്ള അവരുടെ മസ്തിഷ്കത്തിന് സ്റ്റേജ് ബൈ സ്റ്റേജ് കയറി അവിടെ അട്ടിയിൽ വെച്ചിട്ടുണ്ട്. പുരോഗമിച്ചേ ഉള്ളൂ. പ്രീഫ്രണ്ടലിലേക്ക് എത്തുമ്പോഴേക്കാണ് അത്യാധുനിക മനുഷ്യനാവുന്നതോടുകൂടി ആണ് ആധുനിക മനുഷ്യൻ. ഇപ്പോൾ ഒരു മനുഷ്യൻ ശരിയാണ്, ഇവർ പറഞ്ഞ പോലെ അന്യ ഗോത്രക്കാരൊക്കെ വൃത്തികെട്ടവരാണ്. ആ വൃത്തികെട്ടവരാണെങ്കിൽ തന്നെയും അതിനെ നേരിടാൻ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, ആധുനിക മസ്തിഷ്കമുള്ളവർ ക്ഷമിക്കുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. പക്ഷേ പഴയ ഗോത്രീയ മനസ്സുള്ളവരുടെ മനസ്സിൽ പകരം വിട്ടറാ, അവൻ അങ്ങനെ വിട്ടുകൂടാ. ഇതാണ് ഈ പഴയ ഗോത്ര മനസ്സിൻ്റെ ഭാഗം. അത് നമ്മുടെ തലച്ചോറിലുണ്ട്. നമ്മുടെ ഇത് ഫോൺസ് കഴിഞ്ഞ് മിഷ്കാം കഴിഞ്ഞ് പ്രീമെൻ്റൽ കോർട്ടെക്സ് ചെയ്യുന്ന ഇവിടത്തേക്ക് എത്തുന്നതിനിടയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ ഏതെങ്കിലും ഒരു ഘടകം പഴയ മസ്തിഷ്കം നമ്മൾ ചോദിപ്പിക്കുന്നുണ്ട്, അവൻ അങ്ങനെ വിട്ടുകൂടാ. പഴയ മസ്തിഷ്കം നമ്മൾ പറയുന്നത് ഈ ഗോത്രീയത അല്ലെങ്കിൽ മതപരത നമ്മളിൽ സൃഷ്ടിച്ച കുറേ കാര്യങ്ങൾ പ്രോൺസിൻ്റെ അടിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവസരം വരുമ്പോൾ അതൊക്കെ എടുക്കും. അതാണ് ഈ കാണുന്നത്. ആധുനിക മസ്തിഷ്കം അവരോട് ക്ഷമിക്കാൻ പറയുമ്പോഴും പ്രാചീന മസ്തിഷ്കം വിടരുത്, അവനെ ശരിപ്പെടുത്താൻ, അവൻ അന്യഗോത്രക്കാരനാണ്, അവൻ കാപാലികനും, നമ്മുടെ ചുണക്കപ്പെട്ടന്മാരുണ്ട് ഇവിടെ, അവരെ നേരിടട്ടെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. റിലീജിയോസിറ്റി അല്ലെങ്കിൽ മതപരതയിൽ നിന്നുണ്ടാവുന്നത് മാത്രമാണ്. അതുതന്നെയാണ് മാർക്സിസമതമായ